നമസ്കാരം. മതാചാരങ്ങളുടെയോ അന്ധവിശ്വാസങ്ങളുടെയോ പേരിൽ ഒന്നിലധികം പേരെയോ കൊലപ്പെടുത്തി രക്തം ബലിയർപ്പിക്കുന്ന രീതിയെയാണ് നരബലി എന്ന് അറിയപ്പെടുന്നത്. സംസ്കൃതത്തിൽ നിന്നുമാണ് നരബലി എന്ന വാക്കുണ്ടാവുന്നത്. നര എന്നാൽ മനുഷ്യനെന്നും ബലി എന്നാൽ സമർപ്പണം എന്നുമാണ് അർത്ഥം. 1500 വർഷങ്ങൾക്ക് മുമ്പ് നിയോലിത്തിക് കാലഘട്ടം മുതൽ നരബലി നടന്നതായി ആർക്കിയോളജിക്കൽ തെളിവുകൾ സൂചിപ്പിക്കുന്നു. ഹായ് ഹലോ, ഞാൻ അഭിലാഷ്. വെൽക്കം ടു ട്രൂ ഫോക്കസ് വിത്ത് അബി. BC 3500 ഡെൻമാർക്കിൽ 2 പെൺകുട്ടികളുടെ അസ്ഥികൂടങ്ങൾ നരബലി നടന്നതിന്റെ ആദ്യ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. പുരാതന കാലത്ത് ദേവപ്രീതിക്ക് വേണ്ടി പ്രകൃതിക്ഷോഭങ്ങളെ തടയുവാനും കൃഷി മെച്ചപ്പെടുത്തുവാനും യുദ്ധവിജയങ്ങൾക്കും അമാനുഷിക ശക്തി നേടാനും സാമ്പത്തിക അഭിവൃദ്ധിക്കും നരബലി നടന്നിരുന്നതായി പറയുന്നു. ഈജിപ്തിലെ ഏറ്റവും വലിയ പിരമിഡിന്റെ പണി നടക്കുന്ന സമയത്ത് ഏതാണ്ട് 800ഓളം പേരെ ബലി നൽകി എന്ന് പറയപ്പെടുന്നുണ്ട്. ഇന്ത്യയിലേക്ക് വന്നാൽ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും, കേരളം ഉൾപ്പെടെ പല സംസ്ഥാനങ്ങളിലും ഇന്നും നരബലി നടക്കുന്നതിന്റെ വാർത്തകൾ നാം ഞെട്ടലോടെയാണ് കേൾക്കുന്നത്. ഇടുക്കി ഇടമലക്കുടിയിൽ നരബലി നടന്നതായി പരാതി. 3 പെൺകുട്ടികളെ ബലി കൊടുത്തുവെന്നാണ് പരാതിയിൽ പറയുന്നത്. ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ദേശീയ മനുഷ്യാവകാശ സാമൂഹ്യനീതി കമ്മീഷൻ എന്ന സംഘടനയാണ് ഇത് സംബന്ധിച്ച് പരാതി നൽകിയത്. ഗോത്രദൈവങ്ങളെ പ്രീതിപ്പെടുത്താനായാണ് 12 വയസ്സുവരെയുള്ള പെൺകുട്ടികളെ ബലി നൽകിയതെന്നും കഴിഞ്ഞ 8 മാസത്തിനുള്ളിലാണ് നരബലി നടന്നിരിക്കുന്നതെന്നും പരാതിയിൽ പറയുന്നു. 2 മാസം നരബലി നടന്ന കാര്യം ബോധ്യപ്പെട്ടതെന്നും സന്നദ്ധ സംഘടനയുടെ പരാതിയിലുണ്ട്. DGP, കേന്ദ്ര ശിശുക്ഷേമ വകുപ്പ്, ബാലാവകാശ കമ്മീഷൻ എന്നിവർക്ക് സംഘടനാ പ്രവർത്തകർ പരാതി നൽകി. സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ചു. കേരളത്തിൽ ഇടുക്കിയിലും പാലക്കാടും കരുനാഗപ്പള്ളിയിലും പത്തനംതിട്ടയിലും മനുഷ്യനെ നടുക്കുന്ന രീതിയിലുള്ള നരബലി നടന്നതിന്റെ വാർത്ത നാം കേട്ടുകഴിഞ്ഞു. ഇലന്തൂരിൽ നടന്ന കൊലപാതകമാണ് ഏറ്റവും അവസാനം നാം കേട്ടത്. എറണാകുളത്ത് ഒരു ലോട്ടറി കച്ചവടക്കാരിയായ സ്ത്രീയെ കാണാതെയാവുന്നു. അവരുടെ ബന്ധു പരാതി നൽകുന്നു. ആ പരാതി അന്വേഷിച്ചെത്തിയത് പത്തനംതിട്ടയിലെ ഇലന്തൂരിലാണ്. ആ പോലീസ് ഉദ്യോഗസ്ഥർ കണ്ടെത്തി ലോകത്തോട് വിളിച്ചു പറഞ്ഞത് മലയാളികൾ ഞെട്ടലോടെയാണ് കേട്ടിരുന്നത്. 2 സ്ത്രീകളെ പൂജ ചെയ്ത് ബലിയർപ്പിച്ച് അവരുടെ ആന്തരിക അവയവങ്ങളെടുത്ത് പാകം ചെയ്തു കഴിച്ചു എന്ന വാർത്ത മലയാളി മാത്രമല്ല, ഇന്ത്യയിലുള്ള മുഴുവൻ ആളുകളും ഞെട്ടലോടെയാണ് കേട്ടത്. ഹിന്ദു മതത്തിലും ഇസ്ലാം മതത്തിലും ക്രിസ്ത്യൻ മതത്തിലും അവരുടെ ഒന്നും ഗ്രന്ഥങ്ങളിലും നരബലി അംഗീകരിക്കുന്നില്ല. അത് പാവമാണ് എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. മൃഗബലിയിൽ നിന്നും പഴയകാല ഗോത്ര ആദിവാസികൾ മനുഷ്യ ബലിയിലേക്ക് നീങ്ങി എന്ന് തന്നെ പറയേണ്ടി വരും. ഈജിപ്റ്റ് പോലെയുള്ള രാജ്യങ്ങളിൽ പഴയകാലത്ത് രാജാവ് മരിച്ചാൽ രാജാവിന്റെ കൂടെ ഉണ്ടായിരുന്ന അനുയായികളെ ബലിയർപ്പിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. രാജാവിന് കൂടെ പോകുവാൻ വേണ്ടിയിട്ടാണ് അവരെ ബലിയർപ്പിച്ചത് എന്ന് പിന്നീട് ചരിത്രം രേഖപ്പെടുത്തുന്നു. വടക്കേ ഇന്ത്യയിലെ ചില മന്ത്രവാദികൾ ധനം വരും, ശത്രു നശിക്കും, കുടുംബ പ്രശ്നം തീരും എന്നൊക്കെ പറഞ്ഞ് നരബലി നടത്താൻ പ്രേരിപ്പിക്കാറുണ്ട്. ദൈവം മനുഷ്യരക്തം ആഗ്രഹിക്കുന്നില്ലെന്ന് എല്ലാ ഗ്രന്ഥങ്ങളിലും പഠിപ്പിക്കുന്നുണ്ട്. എങ്കിലും ചില ആളുകളുടെ വാക്കുകൾ കേട്ട് ഇന്നും ആളുകൾ നരബലി നടത്തുന്നു എന്നുള്ളതാണ് വസ്തുത. വിശ്വാസത്തെ അന്ധവിശ്വാസത്തിലേക്ക് മാറ്റി എന്ത് ക്രൂരതയും ചെയ്യുന്ന നിലയിലേക്ക് മനുഷ്യൻ മാറി എന്നുള്ളതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് കേരളത്തിലെ പത്തനംതിട്ടയിലെ നരബലി. കേരളം, മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ അന്ധവിശ്വാസ വിരുദ്ധ നിയമം നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യയിലെ നിയമപ്രകാരം വധശിക്ഷ വരെ കിട്ടിയേക്കാവുന്ന കേസാണ് നരബലി. എങ്കിലും ഇത്തരത്തിലുള്ള ക്രൂരതകൾ നമുക്ക് ചുറ്റും ഇന്നും നടക്കുകയാണ്. കേരളത്തിൽ പഴയ കാലത്ത് ഗോത്രവർഗങ്ങൾക്കിടയിൽ നരബലി നടന്നിട്ടുള്ളതായിട്ട് പറയപ്പെടുന്നു. അന്ധവിശ്വാസം നിറഞ്ഞു നിന്നിരുന്ന ആ കാലഘട്ടത്തിൽ നിയമവും പോലീസുമൊക്കെ അന്ധവിശ്വാസത്തിനൊപ്പം നിന്നുവെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. കുറ്റിപ്പുറം പാലം പണിയുന്ന സമയത്ത് നരബലി നടന്നിരുന്നതായി പറയപ്പെടുന്നു.
പാലോം പാലോം നല്ല നടപ്പാലം എന്ന നാടൻ പാട്ട് കുറ്റിപ്പുറം പാലം പണിയുമായി ബന്ധപ്പെട്ട് നടന്ന നരബലിയെക്കുറിച്ചാണ് പറയുന്നതെന്ന് അതിന്റെ വരികൾ സൂചിപ്പിക്കുന്നു. ദൈവവിശ്വാസത്തെ അന്ധവിശ്വാസമാക്കി ചിലരെ അടിമകളാക്കി ഇത്തരത്തിലുള്ള ക്രൂരതകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ആധുനിക ഇന്ത്യയിൽ. ഈ കഴിഞ്ഞിടയ്ക്കും തമിഴ്നാട്ടിൽ ഒരു പെൺകുട്ടിയെ നരബലി കൊടുത്ത വാർത്ത നാം കേട്ടതാണ്. തമിഴ്നാട്ടിൽ മറ്റൊരു സ്ഥലത്ത് 3 ദിവസം വീട്ടിലുള്ളവരും ഒരു പൂജാരിയും മുറിയടച്ചിരുന്നു അവിടെ നരബലിക്കുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നുവെന്ന വാർത്ത വെളിവന്നതിനെ തുടർന്ന് പോലീസ് JCB ഉപയോഗിച്ച് വാതിൽ തള്ളി തുറന്ന് അകത്ത് കടന്ന് അവരെ അറസ്റ്റ് ചെയ്യുന്നതും നാം കണ്ടതാണ്. നരബലി ഒരു ദൈവത്തിൻ്റെയോ മതങ്ങളുടെയോ ഭാഗമല്ല. അന്ധവിശ്വാസത്തിന്റെ ഏറ്റവും അപകട പിടിച്ച രൂപമാണ് നരബലി. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് രക്ഷിക്കാനാണ്, കൊല്ലാനല്ല. ഒരു യഥാർത്ഥ വിശ്വാസവും മനുഷ്യജീവനെ വില കുറച്ച് കാണുന്നില്ല. ദൈവത്തിന് രക്തം വേണ്ട, നീതിയും കരുണയും മനുഷ്യത്വമാണ് ദൈവത്തിന് വേണ്ടുന്നത്.